നമസ്കാരം. തൃക്കരിപ്പൂർ മണ്ഡലത്തിലൂടെയുള്ള ഇലക്ഷൻ ബസിൻ്റെ പ്രയാണം തുടരുകയാണ്. രാവിലെ UDF സ്ഥാനാർത്ഥിയെ കണ്ടു. ഇപ്പോൾ നമ്മൾ LDF സ്ഥാനാർത്ഥിക്ക് ഒപ്പമാണ്. PPP മുസ്തഫ. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്, പ്രത്യേകിച്ച് ടെലിവിഷൻ പ്രേക്ഷകർ. അതെ അതെ. ശ്രീ VPP, മത്സരം തൃക്കരിപ്പൂരിൽ ഇത്രയും കാലം ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നു LDFനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, ചരിത്രത്തിൽ LDFനെ മാത്രം വിജയിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ. പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായൊരു മത്സരം വന്നോ? അത് അഭിലാഷിൻ്റെ വിലയിരുത്തൽ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനേക്കാൾ കടുത്ത മത്സരങ്ങളാണ് നേരത്തെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം DCC പ്രസിഡൻ്റായിരുന്നു കാസർഗോഡ്. ഉദുമ MLA ആയിരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ തൃക്കരിപ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന പയ്യന്നൂർ അന്നൂരിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. മത്സരം നടന്ന വർഷം ഇവിടെ നടന്ന 2 പ്രധാന ക്ഷേത്രങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങളുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ആ നിലയിലൊക്കെ നല്ലതുപോലെ ഈ മണ്ണിൽ വേരുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു KP കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം കടുത്ത മത്സരമാണ് അന്ന് ഉയർത്തിയത്. അതായത് പുറത്തുനിന്ന് വന്ന സന്ദീപ് വാര്യർ അത്ര മത്സരം ഉണ്ടാക്കുന്നില്ല എന്നല്ലേ? ഒരു സംശയവുമില്ലല്ലോ. ഞാൻ പറയുന്നത് വെച്ചാൽ വ്യക്തിപരമായിട്ട് ഒരു മികവേ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല. ഈ മണ്ണ് കുറേ കൂടി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സന്ദീപ് വാര്യർ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ടെലിവിഷനിലൂടെ ആളുകൾക്ക് ചർച്ചകളിലൂടെ അത്രയ്ക്ക് പരിചിതരായ രണ്ടുപേരാണ്. അപ്പോൾ സന്ദീപ് BJP പാളയത്തിൽ നിന്ന് UDFിലെത്തി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പോരാട്ടത്തിന് ഇവിടെ തൃക്കരിപ്പൂർ വരുന്നത്. അത് രാഷ്ട്രീയമായിട്ട് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നാണോ VPP പറയണത്? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആളല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ സന്ദീപിന് തൃക്കരിപ്പൂരിൽ കൊണ്ട് നടക്കുന്നത് UDFിലെ ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ വളരെ ആക്റ്റീവല്ല. ഈ മറ്റൊരു പാർട്ടിക്കാർ അങ്ങനെ കൊണ്ടു നടക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. കാരണം ആ ന്യൂനപക്ഷ ജനവിഭാഗത്തിനിടയിൽ ഇദ്ദേഹം ഒരു പ്രോ RSS ആണ് എന്നുള്ള നിലപാട് നിൽക്കുന്നുണ്ട്. BJPയിൽ നിന്ന് മാറിയെങ്കിലും പ്രോ RSS ആണ് എന്നുള്ള തോന്നൽ നിൽക്കുന്നുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തെ വലിയ തോതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ VPP ദീർഘകാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും യുവജന സംഘടനാ പ്രവർത്തനത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കെ നേരത്തെ പലപ്പോഴും സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയുള്ള ശ്രുതി ഉണ്ടായിരുന്നെങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഇപ്പോഴാണ്. വളരെ പ്രമുഖരായ നേതാക്കൾ മത്സരിച്ചിട്ടുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ് തോന്നുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു എന്നുള്ളതിൽ കാര്യമൊന്നുമില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വേറെ കാര്യമില്ല. നമ്മളിതെല്ലാം ഒരു ചുമതലയായിട്ടാണ് കാണുന്നത്. പാർട്ടി വിവിധ തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിക്കുന്നു, ആ ചുമതലയുടെ ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതാണ് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തൃക്കരിപ്പൂർ മാത്രമല്ല കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് 57 നീലീശ്വരം മണ്ഡലം. അത് ഈ ഇന്നത്തെ നീലീശ്വരം മുതൽ പയ്യന്നൂർ വരെ അന്ന് പഴയ നീലീശ്വരം മണ്ഡലത്തിലായിരുന്നു. VMS ആദ്യമായിട്ട് മത്സരിച്ച് ജയിക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് അന്ന് ഇവിടെ. അത് തൊട്ട് ഇങ്ങോട്ട് ഇന്നോളം ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് മാത്രമേ വരവിട്ടുള്ളൂ. 60-ൽ മാത്രമാണ് ഒരൊറ്റ തവണ വിമോചന സമരം കഴിഞ്ഞപ്പോൾ C കുഞ്ഞികൃഷ്ണൻ നായർ ഒരു UDF കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഐക്യമുന്നണി കാൻഡിഡേറ്റ് ജയിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ EMS, EK നായനാർ, O ഭരതൻ, P കരുണാകരൻ, ഇങ്ങനെ തുടങ്ങി ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും മുൻനിര നേതാക്കൾ അത്രയും വിശ്വാസത്തിൽ അവരെല്ലാം നിർത്താൻ പറ്റിയ മണ്ഡലമാണിത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാരഥിയാകാൻ കഴിയുന്നു എന്നുള്ളത് ചരിത്രത്തിലൊരു നിയോഗം, വലിയ അപൂർവമായ ഒരു ചുമതലയായിട്ട് കാണുന്നു. ഈ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ഉള്ള ഒരു കാര്യം ഡീൽ ആരോപണമാണ്. അതിൽ തന്നെ ഇവിടെ നോക്കൂ, BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ സന്ദീപിനെ കണ്ടപ്പോൾ സന്ദീപ് പറയായിരുന്നു കാസർഗോട്ടുകാർ തൃക്കരിപ്പൂരുകാരൊക്കെ 2020 എന്ന് കേട്ടിട്ടുള്ളത് ക്രിക്കറ്റിൽ മാത്രമാണ്, അതല്ലാതെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ 2020 എന്ന് കേട്ടിട്ട് പോലും ഇല്ല. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല. ഈ ഡീൽ ആരോപണമൊക്കെ ഉള്ളതാണോ? അത് യഥാർത്ഥത്തിൽ അതൊരു തമാശയാണ്. ഡീലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഡീൽ ആരോപിക്കുക എന്ന് പറയുന്നത് അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒന്ന്
ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടായിട്ടുള്ളത് പഴയ കോലീബി സഖ്യമായാലും അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ പരാമർശിച്ച EMSനും AKGക്കുമെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ അന്ന് ജനസംഘവുമായിട്ടുണ്ടാക്കിയ ബന്ധമായിരുന്നാലും എല്ലാം തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത്തരമൊരു ഇടപെടൽ. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷ മത സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നീക്കുപോക്കുകൾ. അപ്പോൾ ഡീലുണ്ടാക്കിയിട്ടുള്ളത് എല്ലാ കാലത്തും UDF ആണ്. അതിൽ BJPയും കുറച്ച് പങ്കാളിയായിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അസംബന്ധം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇത്തവണ കാസർഗോട്ടേക്ക് രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ച് ഉറ്റുനോക്കുന്നത് 1-2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് BJPയുടെ ഒരു അംഗം നിയമസഭയിൽ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതൊരു അഭിമാന പോരാട്ടമായി BJP എടുത്തിട്ടുണ്ട് ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത്. അതൊന്ന്. രണ്ടാമത്തേത് SDPI ബന്ധം. ഇപ്പോൾ CPM SDPI വോട്ട് വാങ്ങുമോ എന്ന് ഞങ്ങളും പലതവണ പലരോടും ചോദിച്ചു. SDPIയുടെ വോട്ടുകൾ കിട്ടിയാൽ വേണ്ടെന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് SDPIയുമായുള്ള എന്താണ് സമീപനം, SDPIയോടുള്ള സമീപനം എന്താണ്? ഈ 2 കാര്യങ്ങളിൽ കാസർഗോട്ടേക്ക് വളരെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഇത്തവണ. അല്ല, BJPയുടെ സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ 90കൾക്ക് ശേഷം ഉണ്ടായ ദേശീയ തലത്തിലെ ചില മാറ്റങ്ങൾ, പിന്നെ 2014 തൊട്ടുള്ള തുടർച്ചയായ കേന്ദ്ര അധികാരം, ഇതൊക്കെയാണല്ലോ കേരളത്തിൽ സമീപകാലത്ത് BJPക്ക് ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. എന്നാൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം അങ്ങനെയല്ല. അത് പഴയ സൗത്ത് കാൻഡ്രയുടെ ഭാഗമായി സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് തന്നെ RSS രൂപീകരിച്ച കാലം തൊട്ട് തന്നെ അവർക്ക് സ്വാധീനമുള്ളതും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് എതിരില്ലാതെയാണ് ഉമേഷ് റാവു തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കർണാടക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു RSS നിലപാടുണ്ടായിരുന്നയാളാണ്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിധത്തിൽ RSSന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഇന്നേ വരെ അതിനുശേഷം അവിടെ BJPക്ക് അല്ലെങ്കിൽ ജനസംഘത്തിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് അക്കൗണ്ട് തുറക്കും എന്നുള്ളത് എല്ലാ കാലത്തും അവർ മുമ്പ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നേ വരെ തുറക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയത് നേമത്തൊക്കെയാണ്. പക്ഷേ നേമത്ത് തന്നെ സാധിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ ഡീൽ അവിടെയാണ് വരുന്നത്. UDFൻ്റെ 20,000 വോട്ട് കുത്തനെ 13,000 കുറഞ്ഞപ്പോഴാണ് നേമത്ത് O രാജഗോപാൽ ജയിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതിന് സാധ്യതയില്ല. കാസർഗോഡ് BJPയുടെ അക്കൗണ്ടില്ല, അവസാനിക്കും, അത്രയേ ഉള്ളൂ. അതേസമയം SDPIയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ മഞ്ചേശ്വരത്ത് നിർത്തിയ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കാനിടയായത്. അപ്പോൾ ഡീൽ അവിടെയാണ് വരുന്നത്. ആരാണ് മഞ്ചേശ്വരത്തെ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് SDPIയുമായിട്ട്? എന്തുകൊണ്ടാണ് അവിടെ SDPI പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥി പിൻവലിക്കാനിടയായത്? ആരുടെ സമ്മർദ്ദമാണ്? അപ്പോൾ UDF ആണത് വ്യക്തമാക്കേണ്ടത്. SDPI നേതൃത്വവുമാണ് അക്കാര്യം പരസ്യം ചെയ്യേണ്ടത്. അവർ പറഞ്ഞത് UDF നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പിൻവലിക്കുന്നത് എന്നാണ് SDPI നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഡീൽ SDPIയുമായിട്ട് ഉണ്ടാക്കിയത് UDF ആണെന്നാണ്. തീർച്ചയായിട്ടും അവരങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിക്കുന്നത് തന്നെ UDFൻ്റെ നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കാസർഗോഡ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരി, അപ്പം നമുക്ക് VPP മുസ്തഫയ്ക്ക് എല്ലാ ആശംസകളും നേരാം. അതെ അതെ, ഇനി TV സ്ക്രീനിലല്ല, നമുക്ക് തിരുവനന്തപുരത്ത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശംസകൾക്ക് വളരെ നന്ദി. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആവേശകരമായ ഒരു മത്സരം തന്നെ നടക്കട്ടെ. നമുക്ക് യാത്ര തുടരാം. വീണ്ടും അടുത്ത സ്ഥാനാർത്ഥിയെ, അടുത്ത നേതാവിനെയൊക്കെ കണ്ടിരുന്ന് നമുക്ക് കാസർഗോഡ് ജില്ലയിലൂടെയുള്ള യാത്ര തുടരാം.